Hi friends, welcome back to my YouTube channel. It's me Ajmal. അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ടേസ്റ്റി അൽഫാമാണ് ഗൈസ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറമുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ അൽഫാം ആക്കാൻ വെച്ച കോഴി നല്ല കഴുകി വരുത്തി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാല വരട്ടാം. അതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ നമുക്ക് എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 20 പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളി, പെരും ജീരകം, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ കടലക്കപ്പൊടി, പിന്നെ 2 ചെറുനാരങ്ങ, പിന്നെ സിർക്ക, പിന്നെ 1 സ്പൂൺ ഉപ്പ്, പിന്നെ കളർ. ഇതെല്ലാമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ആക്കുന്നത് 2 കോഴിയാണ്, അതിനാണ് ഇത്രയും വേണ്ടത്. അപ്പോൾ ഗായ്സ് നമ്മുടെ മിക്സിയിലെ ജാറിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും ഇട്ട് ഒന്ന് നന്നായി അടിച്ചെടുക്കാം. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നല്ലവണ്ണം അടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലിട്ട് മസാല വരട്ടാം. ഇപ്പോൾ ഗൈസ് നമ്മുടെ ഈ പാത്രത്തിലേക്ക് നേരത്തെ അടിച്ചെടുത്ത മസാല ഇതിലേക്ക് ചേർക്കാം. നമുക്ക് മുഴുവനായി ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഗായ്സ് ഇനി ഇതിലേക്ക് 2 ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മുറിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് പിയ്യാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കളർ ആഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇനി ഇതിലേക്ക് കടലക്കപ്പൊടി ആഡ് ചെയ്യാം. നമുക്കിത് നല്ല മസാല നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ കോഴി ആഡ് ചെയ്യാം. കോഴിയിട്ട് നല്ല വൃത്തിക്ക് മസാല വരട്ടാം. നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. നമുക്ക് അടുത്ത കോഴി എടുക്കാം. നമ്മുടെ കോഴി ഇവിടെ മസാല പുരട്ടി നല്ല അടിപൊളി ആയിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മസാല നന്നായി പിടിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ നമുക്കിനി ഇത് 2 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നേരത്തെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. കാരണം നല്ലവണ്ണം മസാല പിടിക്കാനാണ്. കൂടുതൽ വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്, നല്ല രുചി കിട്ടും. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാൻ ആവശ്യമായ കനൽ തയ്യാറാക്കാം. നമ്മൾ തീ താളി കത്തുന്നുണ്ട്. ഞാനിപ്പോൾ ചിരട്ടയെല്ലാം ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. കനലാകാൻ വേണ്ടിയാണ് ഇത് ഇടുന്നത്.
അപ്പോൾ ഗായ്സ് നമ്മുടെ കനൽ ഇത് ആളി കത്തുന്നുണ്ട്. നല്ല വൃത്തിക്ക് കനലാവുന്നതാണ്. പിന്നെ നമുക്ക് കനലായതിനു ശേഷം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഗായ്സ് ഇതാണ് നമ്മുടെ ഗ്രില്ലാക്കുന്ന കമ്പി. ഇതിൽ വെച്ചാണ് ചിക്കൻ ചുട്ടെടുക്കേണ്ടത്. നമുക്ക് ഈ കമ്പിയിലേക്ക് ചിക്കൻ വെച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് ചിക്കൻ ചുടാൻ വേണ്ടി വെക്കേണ്ടത്. ഇതിന് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് മിൽമ ഗീ ആണ്. ഇത് ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നതാണ്. ഈ മിൽമ ഗീ ചേർക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് കിട്ടാൻ കൂടിയാണ്. ഇതെൻ്റെ ഒരു സീക്രട്ട് റെസിപ്പിയാണ്. ഇത് നമ്മുടെ കനലിവിടെ അടിപൊളി സെറ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഗായ്സ് നമുക്ക് ഇത് ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളുടെ ചിക്കൻ സോഫ്റ്റിന് വേണ്ടി മിൽമ ഗീ ഇതിലേക്ക് ചേർക്കാം. ഇതിനെ മുകളിലേക്കൊന്ന് പരട്ടി കൊടുക്കാം. ഇതെൻ്റെ ഒരു സീക്രട്ട് റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ചിക്കൻ ചുട്ടെടുക്കുമ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യുക. നമ്മുടെ ചിക്കൻ ഒന്ന് മറിച്ചിടാം. നമുക്ക് ഈ ചിക്കൻ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ലവണ്ണം പൊരിഞ്ഞിട്ടുണ്ട്. ഇത് അവസാനം നമ്മുടെ അൽഫാമും ഇവിടെ അതിന്റെ കോമ്പിനേഷൻ പൊറോട്ടയും വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ ലെഗ് പീസാണ് എടുക്കുന്നത്. ലെഗ് എനിക്ക് വളരെ ഇഷ്ടമാണ്. നല്ലവണ്ണം പൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം ഗായ്സ്, ഒരു രക്ഷയില്ല. അത്രക്ക് അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടുള്ള ബെല്ലൈക്കനെ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഗായ്സ് ഇനി നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്. ബൈ.